ഞാൻ കിളിയൂർ അജിത്ത്. കിളിയൂർ ടാക്കീസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദേശചരിത്രം എന്ന പങ്ക്തിയിൽ ഇന്നു ഞാൻ അവതരിപ്പിക്കുന്നത് അതിയന്നൂർ എന്ന പ്രദേശത്തെക്കുറിച്ചാണ്. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ അതിയന്നൂർ എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നു. ഒരു പഴയകാല ജനവാസ സങ്കേതം മാത്രമല്ല, പഴയകാല പട്ടണവും. ആദ്യം അതിയന്നൂർ എന്ന സ്ഥലനാമം എങ്ങനെ സിദ്ധിച്ചു എന്ന് പരിശോധിക്കാം. അതായത് AD 925 വരെ ചേരനാടിനും പാണ്ഡ്യനാടിനും ഇടയിലുള്ള പ്രദേശം ആയി രാജാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു. ഇതിൽ സംഘകാലത്ത് ആയിനാട് വാണിരുന്ന 3 രാജാക്കന്മാരെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ട്. ആയി അണ്ടിലനും തിതിയനും അതിയനുമാണ് ആ 3 രാജാക്കന്മാർ. ഇടയന്മാരായ ആയന്മാരുടെ രാജ്യം ആയി രാജ്യം എന്നറിയപ്പെട്ടിരുന്നു. ഇവർ മൂവരും സ്വതന്ത്ര രാജാക്കന്മാരായിരുന്നു. ഇതിൽ തിതിയൻ പാണ്ഡ്യരാജാവ് പൂതപാണ്ഡ്യന്റെയും അതിയൻ പാണ്ഡ്യരാജാവ് പശുപൂൺ പാണ്ഡ്യന്റെയും സമകാലികരായിരുന്നു. അതിയൻ തന്റെ ഭരണകാലത്ത് ആയി നാട്ടിൽ 3 പട്ടണങ്ങൾ സ്ഥാപിച്ചു. ഇതിലൊന്ന് നാഗർകോവിലിന് സമീപവും മറ്റൊന്ന് പാറശാലയ്ക്ക് സമീപവും മൂന്നാമത്തേത് ഇന്നത്തെ ബാലരാമപുരത്തിന് സമീപവുമാണ്. 3 പട്ടണങ്ങളും അതിയന്നൂർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അതിയൻ സ്ഥാപിച്ച ഊര് ആയതിനാലാണ് അതിയന്നൂർ എന്ന പേര് ലഭിച്ചത്. കമ്പോളം, പാഠശാലകൾ, ചികിത്സാ കേന്ദ്രങ്ങൾ, തൊഴിൽശാലകൾ, സംഭരണ സങ്കേതങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടതായിരുന്നു അന്നത്തെ പട്ടണങ്ങൾ. ഇതിനിടെ പാണ്ഡ്യരാജാവായ അഴകിയ പാണ്ഡ്യൻ എന്ന പശുപൂൺ പാണ്ഡ്യൻ ആയിനാടിന് നേരെ ആക്രമണം നടത്തി. ഈ യുദ്ധത്തിൽ അതിയൻ പരാജയപ്പെട്ടതായി പരണർ എന്ന സംഘകാല കവി അകനാനൂറിൽ പരാമർശിക്കുന്നുണ്ട്. അതിയൻ സ്ഥാപിച്ച 3 പട്ടണങ്ങളും പിടിച്ചെടുക്കുകയും പശുപൂൺ പാണ്ഡ്യൻ തൻ്റെ പേര് പട്ടണങ്ങൾക്ക് നൽകുകയും ചെയ്തു. അങ്ങനെ അതിയന്നൂർ അഴകിയപുരമായി മാറി. പശുപൂൺ പാണ്ഡ്യന്റെ മാറാ പേരാണ് അഴകിയ പാണ്ഡ്യൻ. ആയന്മാർ രാജ്യം തിരിച്ചു പിടിച്ചപ്പോൾ പഴയ സ്ഥലനാമം വീണ്ടെടുത്തിരിക്കണം. അതുകൊണ്ടാകാം അതിയന്നൂർ എന്ന സ്ഥലനാമം ഇന്നും നിലനിൽക്കുന്നത്. എങ്കിലും കാലപ്രവാഹത്തിൽ മാഞ്ഞു പോകാതെ അഴകിയ പാണ്ഡ്യനാമം ചരിത്ര സ്മരണ ഉയർത്തി ഒരു ചെറിയ പ്രദേശത്തിന്റെ നാമമായി ഇവിടെ ഇപ്പോഴും അവശേഷിക്കുന്നു. ആറാലുംമൂടിന് സമീപമുള്ള അഴകറത്തല ചരിത്ര വഴിയിൽ കാലം ബാക്കി വെച്ച ഒരു അടയാളം തന്നെ. ഇതാണ് അഴകറത്തല പ്രദേശം. അതിയൻ സ്ഥാപിച്ച അതിയന്നൂർ പട്ടണത്തിലെ അതേ ചന്ത തന്നെയാണ് ഇന്നത്തെ ആറാലുംമൂട് ചന്ത. 6 ആൽമരങ്ങൾ തണൽ വിരിച്ച ചന്തയായതിനാലാണ് ആറാലുംമൂട് എന്ന ചന്തനാമം കിട്ടിയത്. ഇത് പിന്നീട് സ്ഥലനാമമായും മാറി. ഒരു കാലത്ത് ചന്തകളുടെ വലിപ്പം പറഞ്ഞിരുന്നത് തണൽ മരങ്ങളുടെ എണ്ണം കണക്കാക്കിയാണ്. ചന്തകൾക്ക് 4ആലുംമൂട് 6ആലുംമൂട് എന്നൊക്കെ പേര് കിട്ടിയതിൻ്റെ അടിസ്ഥാനവും മറ്റൊന്നല്ല. 6ആലുംമൂട് ചന്ത നെയ്യാറ്റിൻകര മണ്ഡപത്തും ബാധിക്കലിലെ ഏറ്റവും വലിയ ചന്തയായിരുന്നു. 40 വർഷം മുമ്പ് വരെ ആ സ്ഥിതി തുടർന്നു. പിന്നീട് ക്രയവിക്രയം കുറയാൻ തുടങ്ങി. ഇന്ന് പേരിനൊരു ചന്ത, അത്രമാത്രം. ആട്, മാട്, കോഴി തുടങ്ങിയവയുടെ ക്രയവിക്രയം ഉൾപ്പെടെയുള്ള വലിയ ചന്ത താലൂക്കിൽ വേറെയില്ല. വണ്ടിക്കാളകളും നിലം ഉഴവിനുള്ള പോത്തുകളും കറവ പശുക്കളുമൊക്കെ ഇവിടെ വലിയ തോതിൽ ക്രയവിക്രയം ചെയ്തിരുന്നു. പിൽക്കാലത്ത് ആറാലുംമൂട് ചന്ത ചരിത്രത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത് മാറുമറയ്ക്കൽ സമരവുമായി ബന്ധപ്പെട്ടാണ്. റൗക്ക ധരിച്ച് ചന്തയിലെത്തിയ നാടാർ സ്ത്രീകൾക്ക് നേരെ 1858 സവർണർ നടത്തിയ കയ്യേറ്റ ശ്രമം ലഹളയിൽ കലാശിച്ചു. ഇതിനു പിന്നാലെ ക്രൈസ്തവ മിഷണറിമാർ നടത്തിയ മതപരിവർത്തന ശ്രമങ്ങളും സംഘടനകൾക്കും കൊലപാതകങ്ങൾക്കും വഴിമരുന്നിട്ടു. പല വാഗ്ദാനങ്ങളും നൽകി നാടാർ, പുലയർ, പറയർ സമുദായങ്ങളിൽപ്പെട്ടവരെ വലിയ തോതിൽ മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. ഐത്താചാരങ്ങൾക്കെതിരെ മഹാനായ അയ്യങ്കാളി നയിച്ച ഒട്ടേറെ സമരങ്ങൾക്ക് ഈ പ്രദേശം സാക്ഷിയായിട്ടുണ്ട്. സ്ഥലനാമ പഠനം നൽകുന്ന സൂചനയനുസരിച്ച് അതിയന്നൂരും പരിസര പ്രദേശങ്ങളും പഴയകാല ബുദ്ധസങ്കേതമായിരുന്നതായി കരുതണം. അതിയന്നൂരിനോട് ചേർന്ന് കിടക്കുന്ന ചെറിയൊരു പ്രദേശം പത്താംകല്ല് എന്നാണ് അറിയപ്പെടുന്നത്. പത്താംകല്ല് എന്ന സ്ഥലനാമത്തിലെ സംഖ്യയെയും കല്ലിനെയും കൂട്ടിച്ചേർത്ത്
ഇതൊരു ദൂരെ അളവ് സമ്മാനിച്ച സ്ഥലനാമമാണെന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. എന്നാൽ പത്താം കല്ലിൽ ഒളിഞ്ഞിരിക്കുന്നത് സാക്ഷാൽ ശ്രീബുദ്ധനാണെന്നാണ് മറ്റൊരു വാദം. ബുദ്ധക്ഷേത്രങ്ങളെ പത്തൻ കല്ല് എന്ന് വിളിച്ചിരുന്നു. ബുദ്ധജൈന ക്ഷേത്രങ്ങൾ കല്ല് എന്നും കോട്ടം എന്നുമൊക്കെ അറിയപ്പെട്ടിരുന്നു. ബുദ്ധദേവനെ തമിഴർ പത്തൻ എന്നും പൂതൻ എന്നും വിളിച്ചിരുന്നു. ഈ പ്രദേശം ദീർഘകാലം പാണ്ഡ്യനാടിന്റെ അധീനതയിലായിരുന്നു എന്ന വസ്തുത ഇതോടൊപ്പം ചേർത്തു ചിന്തിക്കണം. അങ്ങനെ പത്തൻ കല്ല് വാങ്മയത്തിൽ പത്താം കല്ലായി. മാത്രമല്ല പരിസരങ്ങളിലെ ചില സ്ഥലനാമങ്ങൾക്കും ബുദ്ധബന്ധം കാണാം. ഇതിനടുത്ത് രാമപുരത്തിന് സമീപം ഒരു പോത്തന്നൂരുണ്ട്. ബുദ്ധൻ സംസ്കൃത നാമമാണ്. പാലി ഭാഷയിൽ ബുദ്ധൻ പുത്തൻ എന്നാകും. തമിഴിൽ പത്തൻ എന്നും മലയാളത്തിലാകട്ടെ പോത്തൻ എന്നും. അപ്പോൾ പോത്തന്റെ ഊര് തന്നെയാകണം പോത്തന്നൂർ. ഇനിയുമുണ്ട് ഉദാഹരണം. പത്താം കല്ലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് പുന്നറുത്തല. പൊന്നറുത്തലയാണ് വാങ്മയത്തിൽ പുന്നറുത്തലയായി മാറിയത്. പൊന്നറ എന്നാൽ ബുദ്ധക്ഷേത്രം എന്നാണ് അർത്ഥം. പൊന്നയിരുനാഥൻ ബുദ്ധദേവനാണ്. ബുദ്ധദേവൻ കുടികൊള്ളുന്ന അറ അഥവാ ക്ഷേത്രമാണ് പൊന്നറ. വിദ്യാസമ്പന്നരുടെയും കലാകാരന്മാരുടെയും നാടുകൂടെയാണ് അതിയന്നൂർ. ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിൻ്റെ ഭരണകാലത്ത് ദിവാൻ പേഷ്കാർ പദവി വഹിച്ചിരുന്ന KN ഗോവിന്ദനും നവീന വിൽപ്പാട്ടിൻ്റെ ഉപജ്ഞാതാവായ തലയൽ കേശവൻ നായരുമൊക്കെ ഈ മണ്ണിൻ്റെ മക്കളാണ്. മറ്റൊരു ദേശചരിത്രവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.